കൊല്ലം പുനലൂരിൽ വന്മല എന്ന പ്രദേശത്ത് മൃതദേഹത്തെ വനത്തോട് ചേർന്ന മേഖലയിലെ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ കെട്ടിയിട്ട സംഭവത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുകയാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ആളിന് അല്ലെങ്കിൽ അവിടെ മരിച്ച ആളിന് അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമായിട്ടില്ല. ഏറെക്കുറെ അത് കൊലപാതകമാണെന്ന് പോലീസ് വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും അന്വേഷണം നടക്കണം. ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവരം വന്നിരിക്കുന്നത് ഇയാളുടെ ഇടത് കാൽ അതിന് ചെറിയ പ്രത്യേകതയുണ്ട്. അതായത് ആ കാല് വലത് കാല് പോലെ ഒരു സ്വാധീനമുള്ള കാലല്ല എന്ന് വേണം കരുതാൻ. അങ്ങനെയുള്ള ഒരു പരിശോധനാ ഫലമാണ് വന്നിരിക്കുന്നത്. അതായത് മുടന്തുള്ള ആളാണ് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരാൾ ആര് എന്നത് കണ്ടെത്താൻ കഴിയും. കാരണം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടൊക്കെ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തി ഈ ഏതെങ്കിലും സ്റ്റേഷൻ പരിധിയിലുണ്ടോ എന്ന കാര്യമാണ് അന്വേഷിക്കുന്നത്. മറ്റൊന്ന്, തമിഴ്നാട് അതിർത്തിയുമായി ചേർന്ന് നിൽക്കുന്നൊരു പ്രദേശമാണ് പുനലൂർ, പത്തനാപുരം മേഖലയൊക്കെ. അവിടുത്തെ ആ വനമേഖലയൊക്കെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആരെങ്കിലും ആണോ ഇവിടേക്ക് എത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം റൂറൽ എസ്.പിയുടെ കീഴിൽ ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇത് സംബന്ധിച്ച് ചെയ്തിരുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആ വീഡിയോയ്ക്ക് കമൻ്റായി വരികയും ചെയ്തിരുന്നു. ചില കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല. കാരണം അത്രയും ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് ചില പ്രേക്ഷകർ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനം നരബലിയുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അവിടെ നേരത്തെയും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടന്നിരുന്നു എന്നത് അത് പക്ഷേ പോലീസ് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. ഏതായിരുന്നാലും ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നരബലി പോലുള്ള കാര്യങ്ങൾ സംശയിക്കുന്നു. അവിടെ കൊണ്ടുവന്ന് ആ ചങ്ങലയിൽ കെട്ടിയിടുക എന്ന കാര്യം എന്തിന് അങ്ങനെ ചങ്ങലയിൽ കെട്ടിയിട്ടു? കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വ്യക്തമാക്കിയത് അവിടെ ഈ കാട്ടുമൃഗങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഈ മാംസം തന്നെ കടിച്ച് മുറിച്ച് കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഈ അസ്ഥി കഷ്ണങ്ങളോട് കൂടി മാംസം കൊണ്ടുപോകുന്ന നിലയുണ്ടാകും. അത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ 1 കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെയൊക്കെ ആൾവാസമുള്ള പ്രദേശമാണ്. അങ്ങനെയെങ്കിൽ ഈ ആളുകൾ തിരിച്ചറിയാനുള്ള സാധ്യത ഇവിടെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്ന് അത് അറിയാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ മൃഗങ്ങൾ മാംസം കടിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മൃതദേഹം വലിച്ചിഴിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അത്തരത്തിൽ കെട്ടിയിട്ടു എന്ന ഒരു ധാരണ. അല്ലെങ്കിൽ ഈ അസ്ഥി കഷ്ണങ്ങൾ മാത്രം അവിടെ അവശേഷിക്കണം. കാരണം തലയോട്ടി കത്തിച്ച നിലയിലായിരുന്നു. തലയോട്ടി നമുക്കറിയാം, പല കേസുകളിലും പരിശോധിക്കുമ്പോൾ ഈ ദുർമന്ത്രവാദത്തിന് തലയോട്ടി എടുക്കുക, മനുഷ്യൻ്റെ മറ്റ് അസ്ഥി ഭാഗങ്ങളെടുക്കുക, അതെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ സെബാസ്റ്റ്യൻ കേസ് പരിശോധിക്കുമ്പോഴും അങ്ങനെയാണ്. പല ഭാഗത്തു നിന്നും കുറച്ച് അസ്ഥിയാണ് കിട്ടുന്നത്, മറ്റ് ഭാഗങ്ങൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ മന്ത്രവാദത്തിനൊക്കെ അസ്ഥികൂടം ഉപയോഗിക്കുന്ന രീതിയുണ്ട്, തലയോട്ടി ഉപയോഗിക്കുന്ന രീതിയുണ്ട്. പല കേസുകളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ അസ്ഥികൾ അവിടെ നിന്ന് ശേഖരിക്കുന്നതിന് വേണ്ടി ചങ്ങലയിൽ മാംസം പൂർണ്ണമായി ആ ബോഡി കെട്ടിയിടുകയും പിന്നീട് അത് സ്കെൽട്ടൺ ആകുമ്പോൾ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യുക എന്നൊരു രീതി. മറ്റൊന്ന്, ചില ആളുകൾ പറയുന്നത് ഇത് ക്രൂരമായ ഒരു കൊലപാതകമാണ്, ഇത് നരബലിയോ അല്ലെങ്കിൽ മന്ത്രവാദമോ മറ്റൊന്നുമല്ല. വൈരാഗ്യമുള്ള വ്യക്തിയെ ജീവനോടെ തന്നെ അവിടെ കൊണ്ടുവരികയും അവിടെ കെട്ടിയിടുകയും മർദ്ദിക്കുകയും ഈ മർദ്ദിച്ച് അവശനായ ആൾ അവിടെ നിന്ന് ഓടിപ്പോകാതിരിക്കാൻ അങ്ങനെ ചങ്ങല കൊണ്ട് കെട്ടുന്നു. ആ വാരിയെല്ലിൽ കുത്തേറ്റപ്പാടുണ്ട്. ഒരു പക്ഷേ മെല്ലെ മെല്ലെ ചോര വാർന്നു പോകുന്നൊരവസ്ഥ. അവിടെ ആഹാരമോ വെള്ളമോ കിട്ടാതെ ഈ വേദനയിൽ പുളഞ്ഞ് അയാൾ മരണത്തിന് കീഴടങ്ങുന്ന ഒരു രംഗം, അത് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏതോ കൊടും ഒരു കുറ്റവാളി ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തു. ഇതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യങ്ങളുണ്ടാകാം, സമ്പത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടാകാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടാകാം. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ, അഭിപ്രായങ്ങൾ പലതായി വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം, അവിടെ കുത്തേറ്റൊരാൾ വീണ് നിലവിളിച്ചാൽ ആ ശബ്ദം പുറത്ത് പോലും കേൾക്കില്ല. അല്ലെങ്കിൽ 1 കിലോമീറ്ററൊക്കെ ഒരാളിൻ്റെ ശബ്ദം വരിക എന്നത് സ്വാഭാവികമായും സാധ്യമല്ല. മാത്രമല്ല, മർദ്ദനമേറ്റ് അവശ നിലയിൽ കിടക്കുന്ന ഒരാൾ അങ്ങനെ നിലവിളിച്ചാൽ ഒരുപക്ഷെ ആ ശബ്ദമൊന്നും പുറത്ത് വന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാദത്തിന്, അങ്ങനെ ഒരു സിദ്ധാന്തം പറയുന്ന ആളുകളുടെ വാക്കുകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ ക്രൂരമായി അവിടെ കൊണ്ടുവന്ന് അയാൾ ഓടിപ്പോകാതിരിക്കാൻ ഇഞ്ചിഞ്ചായി അയാളെ കൊല്ലുന്നതിന് വേണ്ടി അവിടെ കെട്ടിയിട്ടു എന്നൊരു വാദം പ്രബലമായി വരുന്നുണ്ട്. അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഏതായിരുന്നാലും സ്പെഷ്യൽ ടീം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്.
ഈ കാലിൽ മുടന്തുള്ള ആൾ എന്നത് കണ്ടെത്തിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ മരണപ്പെട്ടയാൾ ആര് എന്ന് ഒരുപക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകമാണെങ്കിൽ ആ കുറ്റവാളിക്ക് തൊട്ടടുത്തേക്ക് അന്വേഷണ സംഘം എത്താൻ അധികം വൈകില്ല.